के बाद അതിൻ്റെ ചർച്ചകളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു വള്ളം ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇന്ന് കുമരകത്തു നിന്ന് ഇത്രയും പേര് ഇവിടെ വരുന്നത്. കാര്യം ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു എഗ്രിമെന്റ് ചെയ്യാൻ ഒരു 10-15 പേര് വന്ന് എഗ്രിമെന്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സമ്മേളനത്തിന് സാക്ഷി വയ്ക്കുന്ന ആദ്യമായിട്ടാണ് പാലക്കാടുകാരൻ. തീർച്ചയായിട്ടും ആഗ്രഹത്തിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോയത്. പായിപ്പാട് കരയെ നെഹ്റു ട്രോഫി കാണിച്ച ഒരു ക്ലബ്ബാണ് KTBC. കാണിക്കുകയും ചെയ്ത് തുടർച്ചയായി 3 വർഷം നെഹ്റു ട്രോഫി എടുക്കുകയും ചെയ്ത ഒരു ക്ലബ്ബാണ് കുമരകം ബോട്ട് ക്ലബ്ബ്. അവിടുന്ന് തുടങ്ങി ഞങ്ങൾക്ക് ആ 3 വർഷം കഴിഞ്ഞിട്ട് 1 വർഷം കൂടെ പിന്നീട് നെഹ്റു ട്രോഫി കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണുമായിരിക്കും, ഇവിടെ ആദ്യത്തെ നെഹ്റു ട്രോഫി കിട്ടിയപ്പോൾ ഈ കര എന്തായിരുന്നു. നെഹ്റു ട്രോഫി കിട്ടിയതിൻ്റെ ഞങ്ങൾക്ക് രാത്രി ഇവിടെ ആഘോഷമായിരുന്നു, ഭയങ്കര ആഘോഷം എന്ന് പറഞ്ഞാൽ അന്ന് ചെണ്ടമേളവും മറ്റും. കരയിൽ ആദ്യത്തെ നെഹ്റു ട്രോഫി അന്ന് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളൊരു ആഘോഷം. നിങ്ങൾ അതിനകത്ത് പഴയ ആൾക്കാരൊക്കെ KTBCയിൽ ഇരിക്കുന്ന ആൾക്കാരും ഇന്ന് പായിപ്പാട് അന്ന് ആഘോഷിച്ച ആൾക്കാരും ഒക്കെ ഇതിനകത്തുണ്ട്, അന്നൊക്കെ അറിയായിരിക്കും. അപ്പോൾ അന്നത്തെ എനിക്ക് തോന്നുന്നത് അത് ഇത്രയും ചിലവില്ല, ചിലവ് കുറവാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? എത്ര രൂപയാണ് ഒരു കൂടി വന്ന ലക്ഷങ്ങളുടെ ചിലവേ ഉള്ളൂ. ഇന്ന് അത് മാറി ഒരുപാട് 50 ലക്ഷത്തിന് മുകളിലേക്ക് കളിച്ചാൽ മാത്രമേ നമുക്കൊരു നെഹ്റു ട്രോഫി സ്വപ്നം കാണാൻ പറ്റത്തുള്ളൂ എന്നുള്ള സ്ഥിതിയിലേക്ക് വരികയാണ്. അപ്പൊ അതിലുപരി ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ക്ലബിന്റെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ അച്ചായൻ കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇനി മറ്റ് നല്ല ടീമുകളൊക്കെ എന്ന് പറയുന്നത് പള്ളാത്തുരുത്തിയുണ്ട്, പോലീസ് ടീമുണ്ട്, മറ്റ് ക്ലബുകളൊക്കെ ഉണ്ട്. ഇവരോടെല്ലാം കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് KTBC തോൽവി എന്ന് പറയാനൊരു തോൽവിയല്ല തോറ്റേക്കുന്നത്, ഇഞ്ചോട് തോറ്റേക്കുന്നത്. ആ തോൽവി മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു നല്ലൊരു കോർഡിനേഷൻ, നല്ലൊരു പ്രൊഫഷണൽ ടച്ചോടുകൂടി ആ ഇഞ്ചോട് എന്നുള്ള ആ ഗ്യാപ്പ് മറികടന്നുകൊണ്ട് വരുന്ന നെഹ്റു ട്രോഫി നേടി തന്നെ ഞങ്ങളുടെ കരയുടെ അക്കരെ ഇക്കരെ നേടിക്കഴിഞ്ഞു, ഈയോരോ നേടിക്കഴിഞ്ഞു, കാരിച്ചാലും നേടിക്കഴിഞ്ഞു. നടുക്ക് കൊണ്ട് തരാൻ പറ്റുന്ന ഒരു ക്ലബ് ഒരുമിച്ച് സംസാരിച്ചു തന്നെ പറഞ്ഞായിരുന്നു. അവരുടെ പുതിയോഗം കഴിഞ്ഞാണ് അവരുടെ പുതിയ ഭാരവാഹികൾ വരുന്നത്. അപ്പം നമുക്ക് ഈ നിലവിലുള്ള ഭരണസമിതി നമുക്ക് വള്ളം തരാനും എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും ബെസ്റ്റ് സമയത്ത് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇതിപ്പം 2025 നെഹ്റു ട്രോഫി ഉൾപ്പെടെയുള്ള CPL മത്സരങ്ങൾക്ക് പായിപ്പാട് വള്ളസമിതിയും നമ്മുടെ ടൗൺ ബോട്ട് ക്ലബും അതിൻ്റെ ക്യാപ്റ്റനായുള്ള അച്ചായൻ നൽകി ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു എഗ്രിമെന്റ് ഉടമ്പടിയാണ് നമ്മളിവിടെ ഒപ്പുവയ്ക്കുന്നത്. മറ്റ് കാര്യങ്ങളൊന്നും അറിയാം. നമ്മുടെ കഴിഞ്ഞ താഴത്തങ്ങാടി മത്സര വള്ളംകളി ടൗൺ ബോട്ട് കമ്പനിയും എല്ലാം നമ്മുടെ ജീവനാടിയായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് അവിടെ നടത്തുന്ന വള്ളംകളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് വേണ്ടി പടപൊരുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട അച്ചായനാണ് നമ്മുടെ ക്യാപ്റ്റൻ. ഒരിക്കൽ കൂടി നമ്മുടെ ഈ വള്ളംകളി പ്രേമികൾക്കും ഈ നാടിനും പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ലബിനുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ നടത്താൻ വേണ്ടി അച്ചായൻ ഞാൻ ആദരവ് ക്ഷണിക്കുകയാണ്. അത് അച്ചായൻ ഒപ്പിട്ടതിന് ശേഷം നമ്മൾ ഒപ്പിട്ട് എഗ്രിമെന്റിലേക്ക് കിടക്കാം. ദൈവം അനുഗ്രഹിച്ച ഇപ്രാവശ്യം വള്ളം കളി വിജയം നമുക്ക് തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്രാവശ്യം പായിപ്പാടിന്റെ പേരിൽ KTBC കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് വിജയിക്കട്ടെ.
എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ സാക്ഷിയാവുന്നത്. എഗ്രിമെന്റും കാര്യങ്ങളും ഒക്കെ ഞാൻ പല പ്രാവശ്യം വേണ്ട ഇവർക്കറിയാം, ഞാൻ ഇല്ല, ഇനിയില്ല. കാരണം നിങ്ങൾക്കറിയാം താഴ്ത്തങ്ങാടിയിലെ വിഷയം വേണ്ട, ഇനി എനിക്കൊരു വിഷയത്തിലില്ല, എനിക്ക് സമാധാനത്തോടെ വേണം, ഇനിയില്ല. പക്ഷെ എന്തോ ഇവരെന്റെ ഓഫീസിൽ വന്നപ്പോ വീണ്ടും എന്നെ ഇതിലേക്ക് പ്രേരിപ്പിച്ച്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പായിപ്പാട് ചുണ്ടൻവള്ളത്തിന്റെ പേരിൽ നമ്മൾ ഇപ്രാവശ്യം നെഹ്റു ട്രോഫി നേടാനായിരിക്കും ദൈവത്തിന്റെ നിശ്ചയം. കാരണം 7 വർഷം അടുപ്പിച്ച് കാഴ്ചാന്റെ പേരിൽ പള്ളാത്തുരുത്തി കിരീടം നേടിയപ്പോ നമ്മളെ കുമരകംകാര് വിഷമിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ബ്ലഡാണ് വള്ളംകളി. കുമരകം കോട്ടയംകാരുടെ ബ്ലഡാണ് ഞങ്ങളുടെ വള്ളംകളി. അവര് പല പ്രാവശ്യം വിഷമിച്ചിരുന്നു, എന്നാണ് നമുക്കും കിട്ടുക ഒരു നെഹ്റു ട്രോഫിയുമായിട്ട്. കുമരകത്ത് നിന്ന് കോട്ടയം വരെ അല്ലെങ്കിൽ നമ്മുടെ ഇവിടം വരെ പായിപ്പാട് ചുണ്ടൻവള്ളത്തിന്റെ ഈ കരയില് എന്നാണ് നമുക്ക് ഈ നെഹ്റു ട്രോഫി ആയിട്ടൊന്ന് വരാൻ പറ്റുക. പലരും ചിന്തിച്ചിട്ടുണ്ട്, പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛാ നമുക്കൊന്ന് നേടണ്ടെന്ന്. ശരിക്കും പറയാൻ പലരും പല കാര്യങ്ങളുണ്ട്. നമ്മുടെ കൊച്ചുങ്ങളെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കണം, പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നു. പക്ഷെ കുമരകംകാര് അവരുടെ ആവേശമാണ്, അവരുടെ ബ്ലഡാണ് വള്ളംകളി എന്ന് പറയുന്നത്. നേടിയേ പറ്റൂ, അതിനാണ് അച്ചായ മുന്നിൽ നിൽക്കുന്നത്. പുറകിൽ 2.5 കോടി ജനങ്ങളുടെ പ്രാർത്ഥനയും കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ കോട്ടയം കുമരങ്ങാട് ഈ പായിപ്പാട് ചുണ്ടൻവള്ളം തരുന്നവരുടെ പ്രാർത്ഥനയുണ്ട്. നമുക്കെല്ലാം അറിയാം, 3 വർഷം അടുപ്പിച്ച് പായിപ്പാട് ചുണ്ടൻവള്ളത്തിന്റെ പേരിൽ കപ്പടിച്ചവരാണ് നമ്മൾ. നമുക്ക് നേരണ്ടേ? നിങ്ങൾക്കറിയായിരിക്കും, താഴത്തങ്ങാടി വള്ളംകളി തോപ്പിക്കാൻ നോക്കിയിട്ടും അച്ചാന്റെ പേരിൽ തോക്കാൻ മനസ്സില്ല. അച്ചാൻ തോറ്റിട്ടില്ല. അച്ചാൻ പൊരിഞ്ഞു വിളയിക്കും, ഇനിയും വിളയിക്കും. അത് പായിപ്പാടുകാരുടെ അനുഗ്രഹത്തോടെ ഈ ചുണ്ടൻവള്ളം നമ്മുടെ ചന്ത പോലെ നിൽക്കുന്ന ഈ കരയില് നമ്മൾ ചുണ്ടൻവള്ളം വീണ്ടും നെഹ്റു ട്രോഫി വീണ്ടും എത്തിക്കും. പ്രാർത്ഥനയോടെ, ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനയോടെ അച്ചാനെ നേടണം. കൂടെ ഞങ്ങളുടെ കുമരകം പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. കുമരകം ടൗൺ കോർട്ട് ക്ലബ് KTBCക്ക് നേടണം, നേടിയേ പറ്റൂ. ഒരുപക്ഷെ പല അത്ഭുതങ്ങൾക്ക് സാക്ഷിയാവാൻ വേണ്ടിയായിരിക്കും ഓഗസ്റ്റ് മാസം നിൽക്കുന്നത്. നേടിയേ പറ്റൂ, നേടണം. ഇവിടെ വരും കരയിൽ കപ്പുമായിട്ട് ഞങ്ങളുടെ ബ്ലഡാണ് വള്ളംകളി. ആ ബ്ലഡ് ഞങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടു. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ തടഞ്ഞാലും, ആരൊക്കെ കമന്റ് ഇട്ടാലും കോടികളുടെ പ്രാർത്ഥനയുണ്ട്. അച്ചാനുണ്ടാവും, KTBC പിന്നിലുണ്ടാവും, പായിപ്പാട് ചുണ്ടൻവള്ളം ഒപ്പം ഉണ്ടാവും. പിന്നെ എന്തിനു നമ്മൾ പേടിക്കുന്നു? മുന്നോട്ട് പോവാ, അച്ചാന ഉണ്ടാവും. പ്രാവശ്യം നമ്മൾ പായിപ്പാട് വള്ളത്തിന്റെ പേരിൽ 2025 നെഹ്റു ട്രോഫി വള്ളംകളി നമ്മൾ ജയിക്കാൻ പോവാണ്. കുമരകം KTBCയുടെ പേരിൽ, അതായത് പായിപ്പാടൻ ചുണ്ടൻവള്ളത്തിൽ KTBC കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് അച്ചായൻ സ്കോളിന്റെ ക്യാപ്റ്റനായിട്ട് നമ്മൾ ഇപ്രാവശ്യം 2025 ഓഗസ്റ്റ് മാസത്തിൽ വള്ളംകളി ജയിക്കാൻ പോവാണ്. പ്രാവശ്യം കപ്പ് നേടി പള്ളാത്തുരുത്തിയെ പൊട്ടിച്ച് 2025 ഞങ്ങൾ ഈ കരയിൽ വരും. ഈ കരയിൽ വരുമ്പോ നിങ്ങളും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരണം. കാരണം ഞങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നമാണ് നടക്കാൻ പോകുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ, വരട്ടെ, നേടട്ടെ, വിജയിക്കട്ടെ. ഞങ്ങളെ നായകൻ ടോണിച്ചായൻ KTBC